അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. വിമാനത്തിലെ എമർജൻസി ലൊക്കേറ്റർ ട്രാൻസ്മിറ്ററും കണ്ടെടുത്തു. നേരത്തെ ഗുജറാത്ത് ATS നടത്തിയ പരിശോധനയിൽ വിമാനത്തിന്റെ DVR കണ്ടെത്തിയിരുന്നു. അപകട കാരണം എഞ്ചിൻ തകരാറാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. അന്വേഷണത്തിന് വ്യോമയാന മന്ത്രാലയം വിദഗ്ധ സമിതി രൂപീകരിച്ചു. അപകട സ്ഥലത്ത് നിന്ന് ആദിൽ പാലോട് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ആദിൽ പാലോട്, അഹമ്മദാബാദിൽ ഒരു തീഗോളമായ വിമാനം മാറിയതെങ്ങനെ എന്നതിലേക്ക് വെളിച്ചം വീശാൻ ഈ ബ്ലാക്ക് ബോക്സിന്റെ പരിശോധന നിർണായകമാണ്. എവിടെ നിന്നാണ് ബ്ലാക്ക് ബോക്സ് കിട്ടിയത്? അതിന്മേലുള്ള വിവരങ്ങളുടെ ഒരു ശേഖരം അത് എപ്പോഴായിരിക്കും ഉള്ളടക്കം നമുക്ക് ലഭ്യമാവുക? ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരച്ചിലിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കടന്നു എന്ന് പറയേണ്ടി വരും സുജയ. എനിക്ക് പിന്നിലുള്ള മേഘാനി നഗറിലെ JB മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത്. ഈ ബ്ലാക്ക് ബോക്സിൽ, മുൻവശത്തെ ബ്ലാക്ക് ബോക്സിൽ നിന്നാണ് ഈ കോക്പിറ്റിൽ നടന്ന സംഭാഷണങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിവരവും റെക്കോർഡ് സൂക്ഷിച്ചു വെക്കുക, ശേഖരിച്ചു വെക്കുക. ഇത് ഡീകോഡ് ചെയ്ത് കിട്ടുന്ന മുറയ്ക്ക് എന്താണ് വിമാനത്തിൽ സംഭവിച്ചതെന്ന കൃത്യമായൊരു നേർചിത്രം നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം DVR അടക്കം അനുബന്ധമായി ഈ അന്വേഷണത്തിന് സഹായകരമാകുന്ന ചില സംവിധാനങ്ങൾ കൂടി, ഉപകരണങ്ങൾ കൂടി ഈ തെരച്ചിലിൽ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വരുന്ന വാർത്ത, DGCA, ഈ വ്യോമയാന സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസി DGCA എയർ ഇന്ത്യയോട് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേക ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. അവരുടെ ബോയിംഗ് വിമാനങ്ങൾ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതിന് സമാനമായ വിമാനങ്ങൾ മുഴുവൻ പ്രത്യേകമായി പരിശോധിക്കണം. അതായത് എല്ലാ വിമാനങ്ങളുടെയും നിലവിലത്തെ സാഹചര്യം എന്താണ്, അപകടാവസ്ഥയിലുള്ളതുണ്ടോ എന്നതടക്കം ബോയിംഗ് 787 ഫ്ലീറ്റിൽ ഒരു പരിശോധനയ്ക്ക് DGCA നിർദ്ദേശിച്ചിരിക്കുന്നു, അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അത് ഉത്തരവായി തന്നെ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന്, DGCAയുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എയർ ഇന്ത്യയുടെ വിമാനങ്ങളെ പറ്റി കാര്യമായ പരാതികൾ പല മേഖലകളിൽ നിന്ന് ഈ അപകടത്തിനു ശേഷം വന്നിരുന്നു. എയർ ഇന്ത്യക്ക് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 787ന്റെ വേരിയന്റുകൾ പരിശോധിക്കണം, അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണം. മാത്രമല്ല, ഓരോ പുറപ്പെടലിന് മുൻപും പ്രത്യേക പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമേ ഡിപ്പാർച്ചർ പാടുള്ളൂ എന്ന നിർദ്ദേശം കൂടി ഉത്തരവിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എയർ ഇന്ത്യക്കെതിരെ വന്ന പരാതികൾ ആ വിധത്തിൽ തന്നെ DGCA പരിഗണിക്കുന്നു. ആ നിലയിൽ DGCA എയർ ഇന്ത്യക്ക് ചില നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നു എന്നുള്ളതാണ് ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ. അതായത് അറ്റകുറ്റപ്പണി നടത്താതെ ഇരിക്കുന്ന വിമാനങ്ങൾ ഉണ്ടെങ്കിൽ, ഇതേ വിമാനം ദുരന്തത്തിൽപ്പെട്ട വിമാനം കഴിഞ്ഞ ഡിസംബറിൽ 2024 ഡിസംബറിൽ തകരാർ കണ്ടെത്തിയതാണ്, അല്ലെങ്കിൽ പരാതികൾ ഉയർന്നതാണ്. അതേ വിമാനമാണ് ഒരു തീഗോളമായി കത്തിയമർന്നത്. അപ്പോൾ എഞ്ചിൻ തകരാറടക്കമുള്ള ഇരട്ട എഞ്ചിനാണ്. അപ്പോൾ എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്നാൽ നിലവിൽ ഈ ഫ്ലീറ്റിലുള്ള എല്ലാ വിമാനങ്ങളിലും അറ്റകുറ്റപ്പണി ആവശ്യമുള്ളതുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതിൽ പല വിമാനങ്ങളും ഇപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അതിൽ? ഉറപ്പായും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച കൂടി ഇന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എയർ ഇന്ത്യ CEOയുമായി പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തി. ഈ ആശങ്കകളൊക്കെ യോഗത്തിൽ ചർച്ചയായി എന്നാണ് മനസ്സിലാകുന്നത്. അതിനു പിന്നാലെ അഹമ്മദാബാദ് എയർപോർട്ടിൽ പ്രധാനമന്ത്രി ഒരു ഉന്നതതല യോഗം ഈ വ്യോമയാന വിദഗ്ധരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. അപകടം സംബന്ധിച്ച വിശദാംശങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ഉന്നതതല സമിതിയെ പ്രത്യേക അന്വേഷണത്തിന് നിയോഗിച്ചതിലൂടെ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കാനുള്ള നിർദ്ദേശം കൂടി പോയിട്ടുണ്ട്. സുജയ പറഞ്ഞതുപോലെ പല പരാതികൾ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾക്കെതിരെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ചായിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കുക. ഏതെങ്കിലും രൂപത്തിലുള്ള മാറ്റങ്ങൾ ഈ വ്യോമയാന സംവിധാനത്തിൽ തന്നെ മാറ്റണമെങ്കിൽ അതുകൂടി നിർദ്ദേശിക്കാനുള്ള ഒരു മാനദണ്ഡം കൂടി ഈ അന്വേഷണത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ കൂടി ചർച്ചയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ അപകടമുണ്ടായ ഇടത്തുനിന്ന് ആദിൽ പാലോട് പങ്കുവച്ചത്.